ആറ്റുകാല പൊങ്കാല കഴിഞ്ഞിട്ട് 6-7 മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഒരു എൻട്രൻസ് കാലം കഴിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. അതേസമയം ആ ഒരു 6-7 മാസം ഞാൻ തീരെ യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അതിന് കാരണം ഈ എക്സാം തന്നെയായിരുന്നു. ഞാൻ തീരെ ഫോണൊന്നും അധികം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എക്സാം ആണെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്തു വെക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എക്സാം കഴിഞ്ഞാൽ ഇടാൻ കണ്ടന്റ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആറ്റുകാല പൊങ്കാല ദിവസം ചിറ്റയുടെ വീട്ടിൽ വെച്ചിട്ടിട്ട വീഡിയോ ആയിരുന്നു കേട്ടാ. എല്ലാ പ്രാവശ്യം ചിട്ടയോട് കൂടി ആറ്റുകാല പൊങ്കാല ചെയ്യുന്ന ചിട്ടയ്ക്ക് ഈ പ്രാവശ്യം ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വേറൊന്നല്ല, നമ്മൾ അടുപ്പിൽ വെള്ളം ഒഴിച്ചപ്പോൾ കലത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. നമ്മളാണെങ്കിൽ അരി ഒരു കൂടുതൽ ഇടും ചെയ്തു, പക്ഷെ ഭയങ്കരമായിട്ട് വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ തിളച്ചു പോരാനായിട്ട് പൊന്തി പോരാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഒരു 1 hour ആയിട്ടും പൊന്തി പോരാണ്ടായപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഇത് പ്രശ്നം എന്ന്. പക്ഷെ അപ്പോഴേക്കും നല്ലപോലെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പൊങ്കാല ഇടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ വെള്ളത്തിന്റെ ഒരു ഇഷ്യൂ. നമ്മൾ പൊന്തി പോവാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് ദേവിനെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം തിളച്ച് പോവാനായിട്ടുള്ള വെള്ളം കലത്തിൽ ഉണ്ടോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും, ഈ ഒരു പത വരുന്ന ടൈം ആകുമ്പോഴേക്കും വെള്ളം നന്നായി വറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടി നമ്മൾ ശ്രദ്ധിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പായസം അടി പിടിച്ചേനായിട്ടാ. അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഈ പ്രാവശ്യം പറ്റിയെന്ന് പറയാണ്. നമ്മളെപ്പോഴും മൺകലമായ കാരണം വെള്ളം വലിച്ചെടുക്കും. വെള്ളം കൂടുതൽ തന്നെ വെക്കണം. നമുക്ക് രണ്ടാമത് ഒഴിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്ത കാരണം നമ്മളെപ്പോഴും ആദ്യത്തെ ആ വെള്ളത്തിൽ തന്നെയാണ് എപ്പോഴും പായസം വെക്കാറ്. അപ്പം ആ ഒരു വെള്ളം കൂടുതൽ വെക്കാൻ ശ്രമിക്കുക. പായസം എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും അത് കഴിക്കാനുള്ളൊരു കൊതിയായിരുന്നു. പക്ഷെ അങ്ങനെ കൊതിച്ചിട്ട് കാര്യമല്ലോ. നേദിക്കുന്ന ഒരു ടൈം വരെ നമ്മൾ വെയിറ്റിംഗ് തന്നെയായിരുന്നു. അന്നേ ദിവസം ഇത്തിരി നേരം വൈകിട്ടായിരുന്നു നേദിക്കലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ എടുക്കാനാ. ടാറ്റാ.